ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിലുണ്ടായ KSU പ്രതിഷേധത്തിൽ 5 പേർ അറസ്റ്റിൽ. ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് DGP രവാഡ ചന്ദ്രശേഖർ 24-നോട് പറഞ്ഞു. strong action there and will ensure the നടത്തുന്നവരുടെ അവരുടെ ഇതിനായിട്ടുള്ള കർശന നടപടി ഉണ്ടാവും. അതോടൊപ്പം തന്നെ മാഡത്തിന്റെ സെക്യൂരിറ്റി ബ്രീഫ് അപ്പ് ചെയ്യണമെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കുറച്ചുകൂടി കൂടുതലായിട്ട് പോലീസ് നമ്മൾ അടുത്ത് പൊതുവായിട്ടുള്ള ഈ പല സ്ഥലങ്ങൾ നടക്കുന്നല്ലോ നമ്മുടെ പ്രത്യക്ഷത അങ്ങനെ. അതുകൊണ്ട് വി ഹാവ് ഇൻക്രീസ് അടുത്ത പ്രൊട്ടക്ഷൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ റിംഗ് റോഡ് കൂട്ടി അധികം ആളുകളെല്ലാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുമ്പോൾ അവർക്ക് അടുത്ത് വന്നിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് സ്ട്രോങ് ആക്ഷൻ എടുത്തിട്ടുണ്ട്. അവർക്ക് ഇതിനകത്ത് പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് 5 പേരിനെ ആൾറെഡി. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാം. സ്ട്രോങ് ആക്ഷൻ എടുക്കുന്നത് 307 അവർ കേസ് എടുക്കുന്നത്. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദീപക്, നിലവിൽ ഇപ്പോൾ 5 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവർ മാത്രമാണോ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികളായുള്ളത്? എന്തായിരുന്നു DGPയുടെ പ്രതികരണം? ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ പ്രതികളുണ്ട്. ആ പ്രതികളെ എത്രയും വേഗം പിടികൂടുമെന്നാണ്. ഒന്ന്, വധശ്രമത്തിന് കേസെടുത്തു. ഒരു മന്ത്രിക്കെതിരെ നടക്കുന്ന അക്രമത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. കാരണം മന്ത്രി സെറ്റ് സുരക്ഷയുള്ള മന്ത്രിയായിരുന്നു. ആ സുരക്ഷാ ക്രമീകരണങ്ങളെ അതിക്രമിച്ചുകൊണ്ടാണ് അക്രമം നടന്നിരിക്കുന്നത്. മാത്രവുമല്ല, വളരെ കൃത്യമായി പോലീസ് സുരക്ഷാ ക്രമീകരണം വർദ്ധിപ്പിച്ചിരുന്നു. DGP നേരത്തെ തന്നെ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകി. ഇന്നിപ്പോൾ അക്രമം നടന്ന പശ്ചാത്തലത്തിൽ വീണ്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. അതിൽ 5 പേരെ വധശ്രമ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ പേരുടെ അറസ്റ്റിലേക്ക് എത്രയും വേഗം പോലീസ് കടക്കും. അതിനുള്ള നിർദ്ദേശം DGP രവാഡ ചന്ദ്രശേഖർ നൽകിയിരിക്കുന്നു. രവാഡ ചന്ദ്രശേഖറിന്റെ ആദ്യ പ്രതികരണം 24-നോടാണ്. അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നു, വധശ്രമത്തിനാണ് കേസ്, ഗൗരവത്തിലാണ്, കർശന നടപടി ഉണ്ടാകും എന്ന്. ദീപക്, ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രിക്ക് സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളോ മറ്റോ നൽകിയിട്ടുണ്ടോ? നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് DGP രവാഡ ചന്ദ്രശേഖർ 24-നോട് പറഞ്ഞത്. അതായത് ഇവർക്ക് വീണ ജോർജ് ആരോഗ്യമന്ത്രിക്കെതിരെ വളരെ ആസൂത്രിതം എന്ന് തോന്നുന്ന രീതിയിൽ പ്രതിഷേധ പ്രകടനങ്ങളുണ്ട്. പക്ഷേ ആ പ്രതിഷേധ പ്രകടനങ്ങളുടെ സ്വഭാവം മാറുന്നത് പോലീസിന് കൃത്യമായ മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നു. ചില ഇന്റലിജൻസ് വിവരങ്ങളുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൽ തന്നെ സുരക്ഷ കൂട്ടിയിരുന്നു. സാധാരണഗതിയിലുള്ള എസ്കോർട്ടും പൈലറ്റും കൂടാതെ അഡീഷണൽ മാൻ പവർ സുരക്ഷയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അക്രമം നടന്ന പശ്ചാത്തലത്തിൽ സുരക്ഷാ സംവിധാനം ആകെ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് DGP രവാഡ ചന്ദ്രശേഖർ നൽകിയിരിക്കുന്നത്. കണ്ണൂരിലെ സംഭവത്തിൽ ഇപ്പോൾ 5 KSU പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുന്നു എന്നാണ് DGP പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കർശനമായ നടപടി വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് രവാഡ ചന്ദ്രശേഖർ 24-നോട് പ്രതികരിച്ചത്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.